നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിഞ്ച് പിന്നോട്ടില്ല, അതിശക്തമായ ആക്രമണം. ഇപ്പോഴിതാ 5-ാം ദിവസവും പശ്ചിമേഷ്യയിൽ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മാരക ആക്രമണങ്ങൾ. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ തീപിടുത്തം. ബഹ്റിനിലെ US സേനയുടെ ആയുധശാല, ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ ആക്രമിച്ചതായി ഇറാന്റെ അവകാശവാദം. ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായി താറുമാറാകുന്നു. ഇന്നലെ കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് പോകേണ്ട എയർവേസ് വിമാനം റദ്ദാക്കി. ചില വിമാനങ്ങൾ മണിക്കൂറുകളോളം വൈകുന്നു. UAE-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇപ്പോഴും മുടക്കം കൂടാതെ നടക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിശ്ചലമാകാം. പ്രവാസികൾ വാർഷിക അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന സമയമാണ്. യാത്ര മുടങ്ങുമോ എന്ന ആശങ്ക പരക്കെ നിലനിൽക്കുന്നു. മറുവശത്ത് നാട്ടിലേക്ക് പോയാൽ സമയത്ത് തിരികെ വരാൻ കഴിയുമോ എന്ന ആശങ്കയും. വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചിട്ടില്ല എന്ന് വ്യോമയാന കമ്പനികൾ അറിയിക്കുന്നുണ്ട് എങ്കിലും കാര്യങ്ങളുടെ നിജസ്ഥിതി അങ്ങനല്ല. എന്നാൽ യൂറോപ്പ്, ബ്രിട്ടീഷ് വിമാന കമ്പനികൾ പ്രഖ്യാപിച്ച ഗൾഫിലെ സർവീസ് നിയന്ത്രണം ഈ മാസാവസാനം വരെ തുടരും. ചിലപ്പോൾ അനിശ്ചിതമായി നീണ്ടുപോയേക്കാം. ചിരിക്കാൻ പോലും ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പ്രവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. അടുത്ത നിമിഷം എന്തെന്ന ആശങ്ക. ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാവുന്ന രാജ്യമായിരുന്നു ബഹ്റിൻ. യുദ്ധം ആ സാഹചര്യം മാറ്റിമറിച്ചു. ഇപ്പോൾ ചെറിയൊരു യാത്ര ചെയ്യുമ്പോൾ പോലും നെഞ്ചിടിപ്പേറും. തുടർച്ചയായ വ്യോമയാന മുന്നറിയിപ്പുകൾ. ആക്രമണങ്ങളിലേറെയും പുലർച്ചെയാണ് സംഭവിക്കുന്നത്. 3 മുതൽ 7 മണി വരെയുള്ള സമയത്ത്. ഓരോ പ്രഭാതവും പുലരുന്നത് മാനസിക സമ്മർദ്ദത്തിൽ. ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ ഏറ്റവും വലിയ ആശങ്ക വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ളതാണ്. വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ കൊടും ചൂടിൽ ഉരുകിത്തീരേണ്ടി വരും ഞങ്ങളെന്ന് പ്രവാസികൾ പറയുന്നു. എണ്ണവില കുത്തനെ ഉയർന്നു. 4-5 അംഗങ്ങളുള്ള ഇടത്തരം കുടുംബങ്ങൾ വിമാന കമ്പനികളുടെ കഴുത്തറപ്പൻ നിരക്ക് കാരണം നാട്ടിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്യുകയാണ്. യുദ്ധ സാഹചര്യം ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമാക്കി. വിസ പുതുക്കി ലഭിക്കാത്ത നിരവധി സംഭവങ്ങൾ. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനെ ലക്ഷ്യമിട്ട് ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തി. കൂടുതൽ വടക്കോട്ടും ടെഹ്റാൻ പ്രദേശത്തേക്കും കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ. ഇസ്ലാമിക് റിപ്പബ്ലിക് മേഖലയിലെ US സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണം വ്യാപിപ്പിക്കുകയും തങ്ങൾ അവസാനം വരെ പോരാടുമെന്ന് ഇറാൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ US-നെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ ഇനിയില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. US ആക്രമണത്തിൽ 35-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് US ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിന്റെയും ബഹിരാകാശ പദ്ധതികളുടെയും ആസ്ഥാനമായ വടക്കൻ സെംനാൻ പ്രവിശ്യയിൽ അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഹമീദാൻ, ഹോർമുസ്ഖാൻ, ഖുസസ്താൻ, ലോറിസ്ഥാൻ, മർക്കാസി, സിസ്റ്റാൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലും അതിശക്തമായ സ്ഫോടനങ്ങൾ കേട്ടു. ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ ശേഷികൾ, തീരദേശ നിരീക്ഷണ സൗകര്യങ്ങൾ എന്നിവ US സൈന്യം ആക്രമിച്ചു. ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ബന്ദർ അബ്ബാസിലെയും ഹോർമുസ് കടലിടുക്കിലെ പ്രധാന നാവിക ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൗകര്യങ്ങളുടെ നേർക്കും അമേരിക്കൻ ആക്രമണം. പേർഷ്യൻ ഗൾഫിൽ അതിശക്തമായ ഉപരോധം ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചു. ഇറാനിയൻ തുറമുഖങ്ങൾ ഇനി ഉപരോധത്തിന്റെ പരിധിയിൽ വരുമെന്ന് ട്രംപ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ കാർക്ക് ദ്വീപിലേക്ക് പോവുകയായിരുന്ന കുറാക്കാവോ പതാകയുള്ള എണ്ണ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. 1-ലധികം മുന്നറിയിപ്പുകൾ കപ്പലിന് നൽകി. എന്നാൽ കപ്പൽ തുടർച്ചയായി ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അതിനുശേഷം US വിമാനം കപ്പലിന്റെ പുകക്കുഴലിന് നേർക്ക് ഒരു മിസൈൽ തൊടുത്തുവിട്ട് ഈ കപ്പലിന്റെ പ്രവർത്തനം നിർവീര്യമാക്കി. അമേരിക്കയുടെ ശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുകയാണ് മറുവശത്ത് ഇറാൻ. ഹോർമുസ് ഒരു ചുവപ്പ് രേഖയാണ് എന്ന് ഇറാൻ പറഞ്ഞു. ഇന്ന് പുലർച്ചെ ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശക്തമായ സായുധ സേനയുടെ ഉരുക്ക് പ്രഹരത്തിൽ മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെടും. ഇതാണ് ട്രംപിന്റെ മുന്നറിയിപ്പിന് ഇറാൻ നൽകിയ മറുപടി. ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലും ഒരു വിദേശ പ്രാദേശികേതര രാജ്യമെന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കിൽ ഇടപെടാൻ ഞങ്ങൾ അമേരിക്കയെ അനുവദിക്കില്ല. ഇറാനിയൻ സൈനിക വക്താവിൻ്റെ വാക്കുകൾ. ഇത് ഇറാന്റെ അജയ്യമായ ചുവപ്പ് വരെയാണ്.
രാജ്യത്തിൻ്റെ തെക്കൻ തീരങ്ങളിലെ തങ്ങളുടെ ചില താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് തന്ത്രപരമായ കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് അമേരിക്കക്കാർ കരുതി. അവർ വിഡ്ഢികളാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് അതിൻ്റെ പ്രദേശത്തിൻ്റെ എല്ലാ പോയിന്റുകളിൽ നിന്നും ഹോർമുസ് കടലിടുക്കിന്മേൽ നിയന്ത്രണം ചെലുത്താനുള്ള കഴിവുണ്ട്. ഇത് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അമേരിക്കയ്ക്ക് ഒരു താവളമൊരുക്കി ഇറാന്റെ മണ്ണിൽ അവരെ ആക്രമിക്കാൻ അനുവദിക്കുന്നത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അതിന് മറുപടി എന്നോണം അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇറാൻ. എന്നാൽ കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ ശത്രുവിൻ്റെ ഡ്രോൺ ഭീഷണികൾക്ക് മറുപടി നൽകുന്നുണ്ട് എന്നറിയിച്ചു. ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമതാവളം ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവെന്ന് ഇറാൻ സൈന്യം. കുവൈറ്റിലെ അൽ ഷുയൈബ പ്രദേശത്തെ ഒരു US സൈനിക തുറമുഖവും തങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നു. അമേരിക്കൻ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ അവസാനം വരെ പോരാടുമെന്ന് ഇറാന്റെ പ്രതിജ്ഞ. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണം കടുപ്പിക്കും എന്ന ഇറാന്റെ മുന്നറിയിപ്പ് പ്രവാസ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിറിക്, ചബഹാർ, കൊനാറക് തുടങ്ങി ഇറാന്റെ നിരവധി നഗരങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം രൂക്ഷമാക്കി. ഇതിനിടെ കുട്ടികളുടെ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രം അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നുവെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇറാൻ സൈനിക താവളത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു. ബഹ്റിനിലെ US 5th ഫ്ലീറ്റിന് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണം നടത്തി. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ നഗരമായ ആൻഡിബെഷ്കിന് മുകളിൽ പകർന്ന അമേരിക്കൻ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടുവെന്ന് ഇറാൻ. ബഹ്റിൻ, കുവൈറ്റ് മാത്രമല്ല ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. നേർക്കുനേർ നിൽക്കുന്നു ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഇറാനും. ഇപ്പോഴും സംഘർഷത്തിൻ്റെ ഭാഗമാകാതെ തന്ത്രപരമായി നിൽക്കുകയാണ് ഇസ്രയേൽ. കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് തങ്ങൾ ഇനി കടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.